നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാളയാർ ആൾക്കൂട്ടക്കൊലപാതകം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് BJP. ആൾക്കൂട്ടത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടായിട്ടും കുറ്റം BJPക്ക് മേൽ ചാരാനാണ് മറ്റു പാർട്ടികളും ചില മാധ്യമങ്ങളും ശ്രമിച്ചതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. വിഷയം പഠിക്കാതെ MP രാജേഷ് RSSനെതിരെ നടത്തിയത് മന്ത്രിക്ക് യോജിക്കാത്ത ആരോപണമെന്നും C. കൃഷ്ണകുമാർ. ഗുരുവായൂരിൽ K. മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. മുരളീധരനോട് ഒരു വിയോജിപ്പുമില്ലെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും മുഹമ്മദ് റഷീദ്. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് VK ശ്രീകണ്ഠൻ MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണം. ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. ചെർപ്പളശ്ശേരിയിൽ ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് ജില്ലാ സമ്മേളനം. പൊതുഗതാഗത മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് തൊഴിൽ രഹിതരെ സൃഷ്ടിക്കുമെന്ന് K. ബാബു MLA. പാലക്കാട് RT ഓഫീസിലേക്ക് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CATU മാർച്ച്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കണമെന്ന പ്രധാന ആവശ്യം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വോട്ട് ബഹിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. വീഴ്ച വരുത്തിയാൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ്. പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച DYFI. അക്രമികൾ BJP RSS പ്രവർത്തകരെന്ന് നേതാക്കൾ. അക്രമത്തിനെതിരെ പ്രതിഷേധ കരോൾ. ലക്ഷപ്രഭുവായി സ്വർണം. പവനവില 1 ലക്ഷം പിന്നിട്ടു. ഗ്രാമിന് ഇന്നത്തെ വില 12,700 രൂപ. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിടുന്നത് ഇതാദ്യം. വാർത്തകൾ വിശദമായി. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ആൾക്കൂട്ടത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയത് BJP RSS പ്രവർത്തകരാണെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും ശ്രമിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ആൾക്കൂട്ട കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പലരും ശ്രമിച്ചത്. എന്നാൽ ഇന്നത്തോടെ ചിത്രം വ്യക്തമായി. ഇന്ന് കസ്റ്റഡിയിലായ രണ്ടുപേരും കോൺഗ്രസ് പ്രവർത്തകരാണെന്നും മന്ത്രി MP രാജേഷ് വിഷയം പഠിക്കാതെ RSSനെതിരെ നടത്തിയത് മന്ത്രിക്ക് യോജിക്കാത്ത പ്രസ്താവനയാണെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. അറസ്റ്റിലായ പ്രതികളിൽ 4 പേർ BJP അനുഭാവികളാണെന്നും മറ്റൊരാളായ ആനന്ദൻ CPM ബ്രാഞ്ച് അംഗവും CITU തൊഴിലാളിയുമാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മറച്ചുവെച്ചാണ് BJPക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയത്. ഇന്ന് പോലീസ് കസ്റ്റഡിയിലായ 2 പേർ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇക്കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് MP രാജേഷും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മാപ്പ് പറയണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീ MP രാജേഷ്, അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ, സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ, അത് RSSൻ്റെ നേതാക്കളാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് നിരക്കുന്ന പ്രസ്താവനയായിരുന്നില്ല ശ്രീ MP രാജേഷിൻ്റേത്. വാളയാർ സംഭവത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടയാൾ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന വിവരം 4 ദിവസം മുമ്പ് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അക്രമസംഭവം നടന്ന ശേഷം 500 മീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ സംഭവസ്ഥലത്തെത്തിയത് 1.5 മണിക്കൂർ വൈകിയാണെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാർ ആൾക്കൂട്ട കൊലപാതകം. കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയായ അതിഥി തൊഴിലാളി റാം നാരായൺ ബഘേലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. തൃശൂർ മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷമാണ് മൃതദേഹം കൈമാറിയത്. മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കും. ഗുരുവായൂരിൽ K. മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് വ്യക്തമാക്കി. K. മുരളീധരനോട് ഒരു വിയോജിപ്പും ഇല്ലെന്നും CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. ഗുരുവായൂരിൽ മുരളീധരൻ മത്സരിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പക്ഷേ സാധ്യതയില്ല.
DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തമാശ പറഞ്ഞതാണ്. കെ മുരളീധരൻ സ്റ്റാർ വാല്യൂ ഉള്ള ആളാണെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും CA മുഹമ്മദ് റഷീദ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂരിൽ ലീഗ് തന്നെ മത്സരിക്കും, അവിടേക്ക് മുരളീധരൻ വരേണ്ട. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മത്സരിച്ചു വരുന്നൊരു സീറ്റാണ്. സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല. 100% UDFൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന UDFൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല. അത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല. അടഞ്ഞ അധ്യായമാണ്. അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ ലീഗിൻ്റെ നിലപാട്, ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് എന്തായിരിക്കും? ശരി, അങ്ങനെ ഒരു ചർച്ചയില്ല. അങ്ങനെ ചർച്ചയ്ക്ക് സാധ്യതയില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ സംസ്ഥാന നേതാക്കളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, ദേശീയ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ ഇത്തരമൊരു അഭ്യൂഹം നേരത്തെ പറഞ്ഞതുകൊണ്ട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത്തരമൊരു വിഷയമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം വരണമെന്ന് VK ശ്രീകണ്ഠൻ MP. കോങ്ങാട്ട് ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് നിർമ്മാണ മേഖല. ഈ മേഖലയിലെ ഉൽപ്പന്ന നിർമ്മാണ, വിതരണ, വിൽപ്പന കോടികളുടെ വ്യവസായമാണ്. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ കേരളം പിറകിലാണെന്ന് MP ചൂണ്ടിക്കാട്ടി. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഉൽപ്പാദനം നടത്താൻ കേരളത്തിന് കഴിയേണ്ടതുണ്ട്. നിർമ്മാണ മേഖലയിലെ പരിഷ്കാരങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകണമെന്നും MP കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായും അടുത്ത ഇലക്ഷനിൽ നിങ്ങളുടെ ഒരു പങ്ക് ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാം ഇതിലൊക്കെ പങ്കെടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ സന്തോഷമുണ്ട്. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. MLA മാരായ A പ്രഭാകരൻ, K ശാന്തകുമാരി, ലെൻസ്ഫെഡ് ഭാരവാഹികളായ CS വിനോദ് കുമാർ, T ഗിരീഷ് കുമാർ, അജി S ജോൺ, V രമേഷ്, V രാജേഷ്, ബിജോ, മുരളി, ആശീഷ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചെർപ്പളശ്ശേരിയിൽ നടന്നു. മന്ത്രി MB രാജേഷ് ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന് നേരിട്ട് എത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളുള്ളതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തത്. ഇതിനു മുമ്പ് പാലക്കാട് MP ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റും പലതവണ ഈ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് സഹകരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഈ സമ്മേളനത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു, എല്ലാ അഭിവാദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ചെർപ്പളശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിലെ സൂര്യചന്ദ്രൻ നഗറിലായിരുന്നു ജില്ലാ സമ്മേളനം. ഉദ്ഘാടന ചടങ്ങിൽ AKLWA ജില്ലാ പ്രസിഡന്റ് T അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KV സ്രാജുട്ടി സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PV സാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA, AKLWA സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PK വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായും അതുപോലെ തന്നെ അത്തരം തൊഴിലാളികളെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസർമാരുമായും നിയമാനുസൃതമായി അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികളും ചുമതലകളും ഭംഗിയായി നിർവഹിക്കപ്പെട്ട് തങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരുടെ മാത്രമല്ല പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ആധികാരികമായി അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ജില്ലാ സെക്രട്ടറി PK ശ്രീനിവാസ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ V മോഹനൻ വരവ് ചെലവ് കണക്കും
സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി KVA ഫൈസൽ പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ C കൃഷ്ണദാസ്, N അനിൽകുമാർ, K കലാധരൻ, ജഗൻമോഹൻ കാരയിൽ, K ബാബുരാജ്, K നാരായണൻകുട്ടി, ഷിഹാബ് കോട്ടക്കൽ, K സുധാകരൻ, VP മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചാ മറുപടി, തിരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ഇലക്ട്രിക്കൽ മേഖലയിലെ വിദഗ്ധർ നയിച്ച ഓൺലൈൻ ക്ലാസുകളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുഗതാഗത മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ ആയിരങ്ങളെ തൊഴിൽ രഹിതരാക്കുമെന്ന് K ബാബു MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU നടത്തിയ പാലക്കാട് RT ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. തകർച്ചയിലേക്ക് നീങ്ങുന്ന പൊതുഗതാഗതത്തിന്റെ തലക്കടിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും MLA K ബാബു പറഞ്ഞു. എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം ഉണ്ടാവും, ഏത് ടെസ്റ്റ് കാണിക്കുന്നുണ്ടാവും, ലൈസൻസ് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതിനപ്പുറമുള്ള ദിവസങ്ങളിൽ ഈ സമയക്ലിപ്തത ഏർപ്പെടുത്തുമ്പോൾ നമ്മളെ പോലുള്ള തൊഴിലാളികൾക്കൊന്നും ലൈസൻസ് പുതുക്കാനോ അതുപോലെ നമ്മുടെ ടാക്സ് അടയ്ക്കാനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം, കാണാൻ കഴിയാത്ത സാഹചര്യം. ഒരു കാലഘട്ടത്തിൽ RT ഓഫീസുകളിൽ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഓഫീസർമാരല്ലായിരുന്നു, ഏജന്റുമാരായിരുന്നു. അതിനൊക്കെ വലിയ തോതിലുള്ള മാറ്റം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് അതിനൊന്നും ഞങ്ങൾ എതിരല്ല. വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കുക, RT ഓഫീസിൽ പ്രവേശനം നിഷേധിക്കുന്ന നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഫെഡറേഷൻ RT ഓഫീസ് മാർച്ച് നടത്തിയത്. അഞ്ചുവിളക്ക് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ MS കറിയ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അബ്ദുൽ സുക്കൂർ, PG മോഹൻകുമാർ, സോണി രാജ്, പ്രേമകുമാരൻ, M പ്രമോദ്, പ്രതീഷ്, മനോഹരൻ, TP രാധാകൃഷ്ണൻ, ജെയ്സൺ പള്ളായി, ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ വോട്ട് ബഹിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വിഷയത്തിൽ ഭരണാധികാരികൾ നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടിക വിഭാഗങ്ങൾക്ക് ജോലിയിൽ 72% സംവരണമെന്ന ഉറപ്പ് തുടരെ ലംഘിക്കുകയാണ്. PTA-യും മെഡിക്കൽ കോളേജ് അധികൃതരും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ജോലി ചെയ്തവരെ ഒഴിവാക്കി രാഷ്ട്രീയ ശുപാർശയിൽ അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പരിശീലനം നൽകിയ ശേഷം ഇവരെ അകറ്റി നിർത്തുകയും താൽക്കാലിക നിയമനമെന്ന പേരിൽ അനർഹരെ തിരികെ കയറ്റുകയുമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകുകയും മന്ത്രിമാരെ നേരിൽ കാണുകയും ചെയ്തിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിൽ ജോലി സംവരണം പാലിക്കാത്തതിനാലാണ് സമരത്തിനിറങ്ങുന്നതെന്നും AN കരിങ്കരപ്പുള്ളി പറഞ്ഞു. ഉദ്യോഗപരമായിട്ട് ജോലി സംബന്ധമായിട്ടോ ആ സംവരണം നൽകുന്നതായിട്ടോ നൽകുന്നില്ലെന്നോ ഒരു മറുപടി തരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇവിടെ കുറെ പേർക്ക് ജോലി ലഭിക്കുക, പട്ടികക്കാർക്ക് ഒരു തൊഴിൽ ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ലഭിക്കണമെന്നാണ്. മാത്രമല്ല ഒരു PTA എന്നൊരു അസോസിയേഷനോട്, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഈ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ നേടാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും PTA അസോസിയേഷൻ ഉള്ളത്. PTA അസോസിയേഷൻ ചെയ്യുന്ന അവിടെ ക്യാൻറ്റീൻ നടത്തുകയാണ്. അപ്പൊ കച്ചവട കണ്ണോടുകൂടിയുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാരും രക്ഷിതാക്കളും ചേർന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുക്കം. സംസ്ഥാന ഭാരവാഹികളായ KK പുഷ്പലത, C രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുട്ടികളുടെ കരോൾ സംഘത്തിനു നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പുതുശ്ശേരിയിൽ DYFI പ്രതിഷേധ കരോൾ നടത്തി. കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചത് RSS BJP പ്രവർത്തകരാണെന്ന് DYFI ആരോപിച്ചു. ഞായറാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പുതുശ്ശേരി കുരുടിക്കാട് ഭാഗത്ത് കരോൾ സംഘടിപ്പിച്ചത്. കരോൾ നടത്തിയ കുട്ടികളിൽ ചിലരെ RSS BJP പ്രവർത്തകർ മർദ്ദിക്കുകയും ബാൻഡ് തകർക്കുകയും ചെയ്തെന്നാണ് ആരോപണം. കുട്ടികൾ കസബ പോലീസിൽ നൽകിയ പരാതിയിൽ RSS പ്രവർത്തകനായ അശ്വിൻ രാജിനെ അറസ്റ്റ് ചെയ്തിരുന്നു.
കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചത്. CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, MA ജിതിൻ രാജ്, V ബിജോയ്, SB രാജു, S സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വണ്ടഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി അക്രമം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. അക്രമികൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് A തങ്കപ്പൻ മുന്നറിയിപ്പ് നൽകി. വണ്ടാഴി പഞ്ചായത്ത് 11-ാം വാർഡിൽ മത്സരിച്ച സജിനി ബിബിൻ്റെ വീട്ടിലാണ് CPM അഴിഞ്ഞാടിയത്. സജിനിയുടെ മാതാവ് പങ്കജത്തെയും 11 വയസ്സായ കുഞ്ഞിനെയും അക്രമികൾ വെറുതെ വിട്ടില്ല. കുഞ്ഞിൻ്റെ കണ്ണിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തതായി A തങ്കപ്പൻ പറഞ്ഞു. വിപിനെ അന്വേഷിച്ചെത്തിയ 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വണ്ടാഴി സ്വദേശികളായ സുബിൻ, രോഹിത്, റിയാസ്, രഞ്ജിത്ത് എന്നിവരാണ് പങ്കജത്തെയും കുഞ്ഞിനെയും ആക്രമിച്ചതെന്ന് A തങ്കപ്പൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും പോലീസ് തികഞ്ഞ അലംഭാവം കാണിക്കുകയാണ്. സ്ഥലം MLAയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചതുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്ന് തങ്കപ്പൻ ആരോപിച്ചു. മുകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമാണെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. CPM അനുഭാവിയായ ആലത്തൂർ DYSPയാണ് പ്രതികൾക്ക് സഹായം നൽകുന്നത്. മംഗലം ഡാം പോലീസിനെ സമീപിക്കുമ്പോൾ പ്രതികൾ ഒളിവിലാണെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അതേസമയം ഇവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോലീസ് സംരക്ഷണമൊരുക്കുകയാണ്. ഒളിവിലാണെന്ന് പറയുന്ന പ്രതികൾ വിപിന് നേരെ വധഭീഷണി മുഴക്കുന്നുണ്ട്. ജാമ്യത്തിലിറങ്ങിയാൽ തട്ടിക്കളയുമെന്നുവരെ വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീടാക്രമിച്ച പ്രതികൾ 3 ബൈക്കുകളിലായി എത്തി ബൂത്തിൽ വന്ന് ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായി സജിനിയും വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. പോലീസ് അനാസ്ഥ തുടർന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്ന് A തങ്കപ്പൻ മുന്നറിയിപ്പ് നൽകി. അവിടുത്തെ പോലീസുകാർ ഇത്ര ദിവസമായി ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല, ആ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് മംഗലം ഡാമിലെ പോലീസ്. ആലത്തൂരിൽ DYSP ഉൾപ്പെടെ ആ നോക്കുമ്പോൾ DYSPയുടെ ചിത്രം എന്താണെന്ന് അടുത്ത കാലത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു DYSP ആണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്രയോളം നീചമായിട്ടുള്ള ഒരു 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ വർദ്ധിച്ചു, ആ ഒരു സ്ത്രീയായിട്ടുള്ള സ്ഥാനാർത്ഥി വർദ്ധിച്ചു, അവരുടെ അമ്മയെ ഇതൊക്കെ ചെയ്തിട്ടും ഇവിടെ സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി പോലും വർദ്ധിച്ചത്. ഒന്നും ചെയ്യാതെ നടക്കുന്ന പോലീസ്. അതിനെതിരെ നിരന്തരമായി ഞങ്ങൾ എല്ലാ ഓഫീസർമാരെ കാണുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ആരാണ്? പോലീസാണ്. ഇന്നും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു ഹൈക്കോടതി അത് 31ലേക്ക് മാറ്റി വെച്ചു. ആ പോലീസ് എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാതെ അവർക്ക് എന്തെല്ലാം സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രത്തേരം കഴിഞ്ഞു. ഇന്ന് തന്നെ ഞാൻ ഇവരെ കാണാൻ വേണ്ടി ഈ ഫാമിലി മുഴുവൻ SP കാണാൻ 4 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകും. അവിടെ നിന്ന് എന്ത് തന്നെ തീരുമാനിക്കും, പോസിറ്റീവ് ആണെങ്കിൽ വിരോധമില്ല, നമുക്ക് നമ്മളെ വേർതിയില്ല. ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മംഗലം ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വയ്ക്കുന്നു. കാരണം ഇവരുടെ വേണ്ടി കളിക്കുന്നതല്ല. ഇത് UDFൻ്റെ സ്ഥാനാർത്ഥിയായി ആരോ അവിടെ സ്ഥാനാർത്ഥിയേക്കാൾ ഉപരി ഒരു വീട്ടിൽ കയറി ആക്രമിക്കും, ഒരു ആര് രജിസ്റ്റർ കൊടുക്കും. അതിനേക്കാൾ ഇപ്പോൾ ഒരു ഒളിവിലാണ് പോലീസുകാരെ, ഒരു ഒളിവിലാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഭർത്താവായിട്ടില്ല അവരെ വിളിക്കുകയാണ്, എവിടെ വീഡിയോ കാണില്ല, തന്നെ കൊല്ലും തല്ലും എന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ, സജിനിയുടെ ഭർത്താവ് ബിബിൻ, അമ്മ പങ്കജം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ ജീവനക്കാരൻ പോക്സോ കേസിൽ പിടിയിൽ. ചെറുതുരുത്തിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സ്കൂൾ ഓഫീസ് ജീവനക്കാരൻ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. മലപ്പുറം കൊളത്തൂർ സ്വദേശി 45 വയസ്സുള്ള സുലൈമാനാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ചെറുതുരുത്തി SI AR നിഖിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിട്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് വില 1 ലക്ഷം പിന്നിട്ടത്. ചൊവ്വാഴ്ച 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന് വില 1,01,600 രൂപയായി. സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തകർത്തിരിക്കുകയാണ്.
ചൊവ്വാഴ്ച രാവിലെ ഒരു പവന് 1,16,600 രൂപയായി വില കുതിച്ചുയർന്നു. ഇതാദ്യമായാണ് സ്വർണ്ണവിപണി പവന് 1,00,000 മുകളിൽ എത്തുന്നത്. 1 ഗ്രാമിനിപ്പോൾ 12,700 രൂപയാണ് വില. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളുമാണ് സ്വർണ്ണവിലയെ ഉയർത്തുന്നത്. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് സ്വർണ്ണവില കുത്തനെ കൂടിയത്. കേരളത്തിൻ്റെ വിപണി ചരിത്രത്തിൽ സ്വർണ്ണവില 1,00,000 കടക്കുന്നത് കേവലം ഒരു വിലവർദ്ധനവ് മാത്രമല്ല, സാമ്പത്തിക ചരിത്രത്തിലെ വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില 1,00,000 രൂപയ്ക്കടുത്ത് തുടരുകയായിരുന്നു. തിങ്കളാഴ്ച പവന് 1,440 രൂപ ഉയർന്ന് 99,840 രൂപയിലെത്തി. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിലെ വിലക്കുതിപ്പിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. ന്യൂസ് ഡെസ്ക് STV. കളിയാട്ട മഹോത്സവത്തിന് തിരുവില്ലാമല ഒരുങ്ങി. ഡിസംബർ 25-നാണ് കളിയാട്ട മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി തിരുവില്ലാമലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ്, ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം കേരള ഫോക്ക് ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം അജയ്കുമാർ എന്നിവർ വിശിഷ്ട സാന്നിധ്യമരുളും. 11ാമത്തെ വർഷമാണ് കളിയാട്ടം നടക്കുന്നത്. അനീഷ് പെരുമലയെ ഇരിട്ടി ദേശത്ത് നിന്ന് അവരുടെ ടീം വന്നിട്ടാണ് ആദ്യം മുതൽ കളിയാട്ടം ഇവിടെ നടത്താം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രാവിലെ ഇവിടെ ഓലകീറൽ ചടങ്ങ് മാതിരിയുള്ള ആ കളിയാട്ടത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ചടങ്ങുകൾ തുടങ്ങും. വൈകുന്നേരം ഏകദേശം ഒരു 5 മണി 6 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ശ്മശാന പ്രവേശനം എന്നുള്ള ചടങ്ങ് നടക്കും. അതിനുശേഷം ഓരോ തെയ്യങ്ങളും തോറ്റങ്ങളുമായിട്ട് ശ്മശാനത്തിൽ അതാത് സമയത്ത് ഇറങ്ങി ഏകദേശം പുലർച്ചയോടുകൂടി കഴിയുന്ന ഒരു ശീലമാണ് ശ്മശാനത്തിലുള്ളത്. ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സേതുമാധവൻ, സെക്രട്ടറി ശശികുമാർ ഐവർമഠം, കോരപ്പത്ത് ചെയർമാൻ രമേശ് കോരപ്പത്ത്, ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ ജ്യോതി തേക്കിൻകാട്ടിൽ, ശശി, സുനിൽ, ഹരിശർമ്മ, സംവിധായകൻ ജയരാജ് മിത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നൃത്തമാണ് ജീവിതമെന്ന് പ്രശസ്ത നർത്തകി രമ വൈദ്യനാഥൻ. ക്ഷേത്രമതിൽ കെട്ടിനകത്തു മാത്രം അവതരിപ്പിക്കപ്പെട്ടിരുന്ന കലാരൂപങ്ങൾ പൊതുവേദികളിലെത്തിയത് കലയുടെ മാന്ത്രികതയാണെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ രമ വൈദ്യനാഥൻ അഭിപ്രായപ്പെട്ടു. കലാരൂപങ്ങൾ യാത്ര തുടരുകയാണ്. ഓരോ കാലത്തും മാറ്റങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും തില്ലാന വർണ്ണം ഉൾപ്പെടെയുള്ളവയുടെ മാറ്റം അംഗീകരിക്കാനാകില്ലെന്ന് രമ വൈദ്യനാഥൻ പറഞ്ഞു. എന്നാൽ പരീക്ഷണങ്ങൾ ആസ്വാദകർ അംഗീകരിക്കാറുണ്ട്. വിവാഹശേഷം നൃത്തരംഗത്ത് നിന്ന് ഇടവേളയുണ്ടായെങ്കിലും നർത്തനമില്ലാതെ ജീവിതമില്ലെന്ന തിരിച്ചറിവിൽ വീണ്ടും സജീവമായി. ഉത്തരേന്ത്യയിലെ അതിപ്രശസ്തമായ ഗണേഷ് നാട്യാലയയുടെ സ്ഥാപക കൂടിയായ രമ വൈദ്യനാഥൻ ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികളിൽ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. And she gave my horoscope to the Nambudri and said, I'm so worried, he could dance kalikino, pakshe kalyana shesham dance. I was 16 years old that time. So the Nambudri looked at the horoscope and he said, Padikenda, dance vidanam vicharchal gudi vidan pattilla. So angathoru family layirundu because I got into a family where my mother-in-law was my guru and teacher. So dance is prime importance in our family. Everything else comes secondary. എത്ര പഠിച്ചാലും അവസാനിക്കാത്ത ആഴമേറിയ മേഖലയാണ് നർത്തനമെന്ന് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ നർത്തകി കൃഷ്ണ പി ഉണ്ണി പറഞ്ഞു. അധ്യാപകരേറെയുണ്ടെങ്കിലും യഥാർത്ഥ ഗുരുവിനെ കിട്ടുന്നതാണ് ഭാഗ്യമെന്ന് കുച്ചിപ്പുടി നർത്തകി ശ്രീലക്ഷ്മി അഭിപ്രായപ്പെട്ടു. കുച്ചിപ്പുടി കേരളീയ കലയല്ലെങ്കിലും സ്കൂൾ കലോത്സവ വേദികളിലും മറ്റും കുച്ചിപ്പുടിയെ കേരളീയ കലയാക്കി മാറ്റിയതിൽ
സന്തോഷമുണ്ട്. കുച്ചിപ്പുടിയിൽ യക്ഷഗാനം അവതരിപ്പിക്കപ്പെട്ട പോലെ കൂടുതൽ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ കർഷക ദിനത്തിന്റെ ഭാഗമായി പത്തിരിപ്പാല മൗണ്ട് സീന LP സ്കൂളിലെ വിദ്യാർത്ഥികൾ കർഷക ദിനം ആഘോഷിച്ചു. കതിർമണി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മൗണ്ട് സീന ഗ്രൂപ്പ് ഡയറക്ടർ CK അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മാനേജർ K അബ്ദുൾ സലാം, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ, LP വിഭാഗം ഹെഡ് NK ബൾക്കിസ്, UP വിഭാഗം ഹെഡ് ഖദീജ, മോണ്ടിസോറി വിഭാഗം ഹെഡ് രജനി, ഹൈസ്കൂൾ വിഭാഗം ഹെഡ് ഉമൈവാൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഴയ കൃഷി രീതിയും പഴയ ഭക്ഷണ പദാർത്ഥങ്ങളെയും പുതിയ ജനറേഷന്, പുതിയ തലമുറയ്ക്കായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെറിയ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഴയ ഭക്ഷണ രീതികൾ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അവർക്ക് അത് ബോധവൽക്കരിക്കാനും അതിൻ്റെ കൂടെ പുതിയ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള മൈക്രോഗ്രെയിൻസ് അതെങ്ങനെയാണ് പഴയ ഭക്ഷണത്തിനോടൊപ്പം പുതിയ രീതിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മക്കളെ പഠിപ്പിക്കാനാണ് നമ്മുടെ എക്സ്പോന്റെ ഉദ്ദേശം. ജൂനിയർ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നഷിദ ഷാജഹാൻ നന്ദിയും പറഞ്ഞു. തോലന്നൂർ കുരുടൻ കുളങ്ങരയിൽ കുളം നിറയെ താമര വിരിഞ്ഞത് കാഴ്ചക്കാർക്ക് കൗതുകമായി. കുളത്തിലെ വെള്ളം പുറത്തു കാണാത്ത നിലയിൽ ആണ് താമര പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. താമരക്കുളം കാണാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ലീഡർ അനുസ്മരണം. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC സെക്രട്ടറി P ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി C ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ, KSSPA നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രഫുൽ കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ KN ഷഹീർ, നടരാജൻ കുന്നുംപുറം, D ഷജിത് കുമാർ, രാധാ ശിവദാസ്, നഗരസഭാംഗങ്ങളായ ഷെരീഫ് റഹ്മാൻ, സമീന, ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SNDP യോഗം പാലക്കാട് വെസ്റ്റ് യൂണിയൻ മണ്ണൂർ ശാഖയുടെ 48ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും മണ്ണൂർ ഗുരുമന്ദിരം ഹാളിൽ നടന്നു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചതയത്തിനും പലപ്പോഴെത്തി പ്രാർത്ഥന ഹോമമന്ത്രങ്ങളൊക്കെ ഇടത്തറയിലൊക്കെ ഉണ്ട്. കുറെ ശാഖകളിലൊക്കെ നമ്മൾ പ്രേരിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തു. ആ രീതിയിൽ സംഘടിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് വിവാഹം രജിസ്റ്റർ ചെയ്യണം. അതിന് മുമ്പിൽ നമ്മള് പാലക്കാട് ഭാഷയിൽ പറഞ്ഞു ഇല്ല, അതെവിടെയും പറയാം. അതിനൊരു വെള്ള കടലാസിന് ചന്ദനവും മഞ്ഞളും ഒക്കെ കൈമാറും. അത് ആരെങ്കിലും സൂക്ഷിക്കാറില്ല. വൈസ് പ്രസിഡന്റ് R ഉണ്ണീഷൻ മുഖ്യാതിഥിയായി. കോട്ടയം ഗുരുനാരായണ വിദ്യാനികേതൻ ആശാ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുതിർന്ന യൂണിയൻ അംഗങ്ങളെ ആദരിച്ചു. വരണാധികാരി TC സുരേഷ് ബാബു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. സുരേഷ് ചാത്തംകുളം, KV രാമകൃഷ്ണൻ, PK സുരേഷ്, സുശീല ഉണ്ണീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി PK സദാശിവൻ സ്വാഗതവും P പ്രമോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തോലന്നൂർ പൂതമണ്ണിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ ധനുമാസത്തിലെ ഭഗവതിപ്പാട്ട് ഉത്സവത്തിന് തുടക്കമായി. ഭഗവതിപ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പഞ്ചാരിമേളവും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വാണികുളം സ്വാതി സെൻട്രൽ സ്കൂൾ 31ാം വാർഷികം ആഘോഷിച്ചു. IIT പാലക്കാട് ഡയറക്ടർ പ്രൊഫസർ A ശേഷാദ്രി ശേഖർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ സതി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷാജി K തയ്യിൽ, അഡ്മിനിസ്ട്രേറ്റർ ജയപ്രകാശ്, PTA പ്രസിഡന്റ് ദിനേഷ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഹാത്മാജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് കുടുംബമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും. ഓൺലൈനായാണ് മത്സരമെന്ന് ട്രസ്റ്റ് ചെയർമാൻ KA ചന്ദ്രൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ അടുത്തറിയേണ്ടതും ഗാന്ധി ദർശനങ്ങൾ പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ തിരിച്ചറിവിലാണ് ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് KA ചന്ദ്രൻ പറഞ്ഞു. അഖില കേരള അടിസ്ഥാനത്തിൽ 4, 5, 6, 7 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. കൂടുതൽ ശരിയുത്തരം നൽകുന്ന 3 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും പ്രോത്സാഹന സമ്മാനമായി ഗാന്ധി സാഹിത്യ ഗ്രന്ഥങ്ങളും നൽകും. ഓൺലൈനായാണ് മത്സരമെന്നും KA ചന്ദ്രൻ അറിയിച്ചു. ക്രിസ്തുമസ് അവധിക്കാലമാണ്. ഈ ഗാന്ധിയൻ ചിന്തയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വായിക്കാനും പഠിക്കാനും അവസരം കൊടുത്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഗാന്ധിയൻ ചിന്ത ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. ഗാന്ധിജിയെ അറിയേണ്ടത് ഇന്ത്യൻ ജനതയുടെ ഒരു അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവ കാര്യങ്ങൾ ഏർപ്പെടുന്നത്, അതിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. ട്രസ്റ്റ് സെക്രട്ടറി A. സത്യൻ, കമ്മിറ്റി അംഗം R. രാധാകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി പവന് 1 ലക്ഷത്തിന് മുകളിലെത്തിയിരിക്കുന്നു. 1,16,600 രൂപയാണ് ചൊവ്വാഴ്ച പവന് വില. സ്വർണ്ണവില ഇനിയും ഉയരാനാണോ സാധ്യത? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഇന്നലെ 1,06,000 രൂപ സ്വർണത്തിനായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊതു വിപണിയിൽ വിവാഹമായിരുന്നു ഏറ്റവും വലിയ ബിസിനസ്. അതിലേക്ക് സ്വർണം കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഭൂമി ഇടപാടുകൾ ഇല്ലാതായപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന ഒരു സംവിധാനമായി ഗോൾഡ് ലോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഗോൾഡ് പർച്ചേസ്. അതുകൊണ്ട് ആളുകളെല്ലാവരും കല്യാണത്തിന് കൂടുതൽ ഗോൾഡ് എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഭൂമി വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സ്വർണ്ണവില കൂടിയതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ കുടുംബത്തിന് ഒരു വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇത്രയും 1 ലക്ഷത്തിൽ ചില്ലറ വില വന്നിട്ടുള്ള ഈ സ്വർണം ഇനിയും വില കൂടുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അവർക്ക് കൊടുക്കേണ്ടതായ സ്വർണം കൊടുക്കാൻ പറ്റാതാവുകയും വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വളരെ കഷ്ടപ്പാട് നേരിടും എന്നുള്ളതാണ്. എല്ലാവരും ഭൂമി വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ സ്വർണത്തിലേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അതിൻ്റെ പൈസ എടുത്തുകൊണ്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ വിപണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാർ ആൾക്കൂട്ട കൊലപാതകം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് BJP. ആൾക്കൂട്ടത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടായിട്ടും കുറ്റം BJPക്ക് മേൽ ചാരാനാണ് മറ്റു പാർട്ടികളും ചില മാധ്യമങ്ങളും ശ്രമിച്ചതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. വിഷയം പഠിക്കാതെ MP രാജേഷ് RSSനെതിരെ നടത്തിയത് മന്ത്രിക്ക് യോജിക്കാത്ത ആരോപണമെന്നും C. കൃഷ്ണകുമാർ. ഗുരുവായൂരിൽ K. മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ്. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന് IUML തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്.
മുരളീധരനോട് ഒരു വിയോജിപ്പുമില്ലെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും മുഹമ്മദ് റഷീദ്. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കൾക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കണം. ലെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. ചെർപ്പളശ്ശേരിയിൽ ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് ജില്ലാ സമ്മേളനം. പൊതുഗതാഗത മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് തൊഴിൽ രഹിതരെ സൃഷ്ടിക്കുമെന്ന് കെ. ബാബു MLA. പാലക്കാട് RT ഓഫീസിലേക്ക് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU മാർച്ച്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കണമെന്ന പ്രധാന ആവശ്യം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിലേക്കെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. വോട്ട് ബഹിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. വീഴ്ച വരുത്തിയാൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ്. പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച DYFI. അക്രമികൾ BJP RSS പ്രവർത്തകരെന്ന് നേതാക്കൾ. അക്രമത്തിനെതിരെ പ്രതിഷേധ കരോൾ. ലക്ഷപ്രഭുവായി സ്വർണം. പവനവില 1 ലക്ഷം പിന്നിട്ടു. ഗ്രാമിന് ഇന്നത്തെ വില 12,700 രൂപ. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിടുന്നത് ഇതാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.